പാണ്ടിക്കുടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജനിച്ചു. അവിടെ ആ നാടിന് നസ്രത്ത് എന്നും പേരുണ്ട്. അപ്പോൾ നസ്രത്ത് പള്ളിയിൽ ഞാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. 1-ാമത്തെ വയസ്സ് മുതൽ 4 വയസ്സ് വരെ ഞാൻ നസ്രത്ത് ജീവിച്ചു. പിന്നെ എൻ്റെ അമ്മയുടെ അമ്മ എന്നെ എറണാകുളത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ അവിടെ വരാപ്പുഴക്കാരനായി. അപ്പോൾ ലാറ്റിൻ is in my blood because ഇവിടെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാൻ ഭയങ്കര സിനിമ പാട്ടുകാരനാണെന്നും പറഞ്ഞാണ്. അത് തെറ്റാണ്. സിനിമയല്ല എൻ്റെ യഥാർത്ഥ ഔട്ട്പുട്ട്. എൻ്റെ യഥാർത്ഥ ഔട്ട്പുട്ട് നമ്മുടെ കത്തോലിക്ക സഭയ്ക്ക് ആവശ്യമായ ഗാനങ്ങളാണ്. ഞാൻ ചെറുപ്പം മുതലേ അത് പാടി വളർന്നു, അത് കേട്ട് പഠിച്ചു. ഞാൻ അച്ഛനാകാൻ സെമിനാരിയിൽ പോയപ്പോഴും ജർമ്മൻകാരച്ഛന്മാർ എന്നെ അതിലേക്ക് കൂടുതൽ നയിച്ചു. പിന്നെ നോർത്ത് ഇന്ത്യൻ മ്യൂസിക്കൊക്കെ സൈഡിൽ കൂടി വന്നു. മെയിൻലി ഐ ആം എ കാത്തലിക് മ്യൂസിഷ്യൻ. ഐ വാണ്ട് യു ടു അപ്ലോഡ് ഓൺ ദാറ്റ് പോയിന്റ്. അപ്പോൾ ഇന്നത്തെ ഈ ഗാദറിങ്ങിനെ പറ്റി എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. അതായത് ഇത്ര പേരുടെ ആളുകൾ ഇവിടെ വന്ന് കൂടിയല്ലോ പള്ളിയിലെ പാട്ടിന് വേണ്ടി. അതൊന്ന്. പിന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ നിങ്ങൾ കേട്ട് ഗ്രഹിച്ച് പ്രാവർത്തികമാക്കണം എന്ന ഒരു പോയിൻ്റാണ് ഇന്നത്തെ ഈ ഗാദറിങ്ങിൻ്റെ സവിശേഷത. അതിലാദ്യം ഞാൻ കുറേ പോയിൻ്റ് പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ എന്നോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ പള്ളിപ്പാട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ ബോധവാന്മാരായിരിക്കണം. പള്ളിയിൽ പാടുന്ന പാട്ട്, ഈ പള്ളി എന്ന് പറയുന്നത് എന്താണ്? കല്ലും മണ്ണും ആണോ? കോളേജസ് ആണോ? അനാഥാലയങ്ങളാണോ? സെമിനറികളാണോ? ബിഷപ്സ് ഹൗസ് ആണോ? പള്ളി എന്ന് പറയുന്നത് ദ പീപ്പിൾ ഓഫ് ഗാഡ്. ദാറ്റ് ഇസ് നമ്പർ 1. നമ്മൾ തിരുസഭ എന്ന് പറയുന്നു. ഇറ്റ് ഈസ് നോട്ട് എ ഗാദറിംഗ് ഓഫ് ഇൻഡിവിജ്വൽസ്, ബട്ട് ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ദൈവത്തിൻ്റെ ജനം എന്ന് യഹൂദന്മാരെ സ്വയം വിശേഷിപ്പിച്ചതിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ക്രിസ്ത്യാനിറ്റി അക്സെപ്റ്റ് ചെയ്തത്. സോ ഓൾ അവർ സിംഗിങ് ഷുഡ് ബി ഫ്രം ദാറ്റ് പോയിന്റ് ഓഫ് വ്യൂ. ദ പീപ്പിൾ ഓഫ് ഗാഡ് ഷുഡ് സിംഗ്. നോട്ട് ഒരാൾ മയക്കം പിടിച്ച് ഇങ്ങനെ, വേറൊരാൾ മയക്കം പിടിച്ച് ഇങ്ങനെ പാടുന്നത് ഒട്ടും ശരിയല്ല. കംപ്ലീറ്റ്ലി റോങ്. The people of God should sing. That's number 1. So will you answer me, what is the church? What is the church? It is the people of God. The word is what? ഒന്ന് ശ്രദ്ധി പറയാമോ? People of God. അപ്പോൾ നമ്മുടെ പാട്ടുകളിൽ, കുർബാനയുടെ പാട്ടുകളിട്ട് ഞങ്ങൾ 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 എന്നല്ല മുഴുവൻ, ഞാൻ 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 എന്നൊരു വാക്ക് അവിടെ ഇല്ല. ദാറ്റ് ഈസ് ബേസിക്. അത് വിട്ട് കളിച്ചാൽ നമ്മൾ വി ആർ ഗോയിങ് ദ റോങ് വേ എന്ന് ക്ലിയറാണ്. സെക്കൻഡ് പോയിന്റ് ഈസ് മ്യൂസിക് ഇൻ ലിറ്റർജി. അതായത് പബ്ലിക് വർഷിപ്പ് ഓഫ് ഗോഡാണ് ലിറ്റർജി എന്ന് പറയുന്നത്. അപ്പോൾ മ്യൂസിക് ഇൻ ലിറ്റർജി, അതിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ലാറ്റിനിൽ പറയുന്നത് മൂസിക്ക അഞ്ചില്ല ലിത്തുർജിയെ എന്നാണ് പറയുന്നത്. അഞ്ചില്ല എന്ന് വെച്ചാൽ ഹാൻഡ് മെയ്ഡ് എന്ന് വെച്ചാൽ വേലക്കാരി. ലിറ്റർജിയിൽ സംഗീതത്തിനുള്ള സ്ഥാനം ഒരു വേലക്കാരിയുടെ സ്ഥാനമാണ്. അത് നമ്മളൊന്ന് ഓർത്തിരിക്കണം. ആ വാക്കൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അഞ്ചില്ല
എന്ന് പറയാമോ? അഞ്ചില്ല. ഇത് ലാറ്റിൻ വേർഡ് ഫോർ വീട്ടിൽ ജോലി എടുക്കുന്ന പെണ്ണിനെ വിളിക്കുന്നതാണ്. അഞ്ചില്ല. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ക്ലാസിക്കൽ മ്യൂസിക് ഓരോ ഏതോ ഭാഗവതരെ കൊണ്ട് പാടിക്കേണ്ട പാട്ടല്ല. ആ പാട്ട് വളരെ സിമ്പിളായിരിക്കണം, ഒരു വേലക്കാരിയുടെ നിലവാരത്തിലുള്ളതായിരിക്കണം, എല്ലാവർക്കും പാടാൻ പറ്റുന്നതായിരിക്കണം. അഞ്ചില്ല ലിത്തുർജിയെ മ്യൂസിക്. അപ്പോൾ മെയിൻ തിങ് ഈസ് മ്യൂസിക്കിന് സെക്കൻഡറി പൊസിഷനേ ഉള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രൈമസി ഓഫ് ലിറിക്സ്. എന്താണ് നമ്മൾ പാടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. ഏത് രാഗത്തിൽ, എന്ത് ഹൈറ്റിൽ, ഏത് ഡെപ്തിൽ, എന്ത് ഹാർമണി, എന്ത് കൗണ്ടർ പോയിൻ്റ് ഉപയോഗിച്ചു എന്നുള്ളതല്ല നമ്മുടെ ചേർച്ച് മ്യൂസിക്കിൻ്റെ പ്രധാന ലക്ഷണം. ലിറിക്സ് കറക്റ്റാണോ? നമ്മുടെ വിശ്വാസവുമായിട്ട് ലിറിക്സിന് വല്ല ബന്ധമുണ്ടോ? മണിയടിച്ചു, മെഴുകുതിരി കത്തിച്ചു, അച്ഛൻ വരുന്നു, അച്ഛൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് നമ്മുടെ പള്ളിയിൽ പാടേണ്ട വാക്കുകളാണോ? പരിശുദ്ധാത്മാവെ ഇറങ്ങി വരൂ, കറങ്ങി വരൂ, കിറങ്ങി വരൂ, തെക്ക് വശത്തൂടി വരൂ, വടക്ക് വശത്തൂടി വരൂ എന്നൊക്കെയാണോ നമ്മൾ പരിശുദ്ധാത്മാവിനോട് പറയേണ്ടത്? സോ ദ ലിറിക്സ് is of utmost importance. In fact, the most important element of Christian liturgical and devotional music should be the thoughts in the song. Lyrics. And this lyrics should be based on the Bible, based on the fathers of the church. ആദിമകാലത്തുണ്ടായിരുന്ന ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ടായിരുന്ന പിതാക്കന്മാരെന്ന് പറയുന്നു, ഫാദേഴ്സ് ഓഫ് ദ ചർച്ച്, ഗ്രേറ്റ് തിയോളോജിയൻസ് ഓഫ് ദ പാസ്റ്റ്. വിശുദ്ധ അപ്രൈം, തോമസ് അക്വൈനസ്, ബനവെൻച്ചർ, സെയിൻറ്റ് ബെർണാർഡ് ഓഫ് ക്ലെയർവോ, ഇങ്ങനെ ഒരുപാട് വിവരമുള്ള പണ്ഡിതന്മാരും സെയിൻസുമായിരുന്ന ഒരുപാട് പാട്ടെഴുത്തുകാർ നമ്മൾക്കുണ്ടായിരുന്നു. അവരെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചു പോയി കണ്ടുപിടിക്കണം. നമ്മളിപ്പോൾ ഇപ്പോൾ എൻ്റെ ആത്മാവിലൊരു പള്ളിയുണ്ട്, പള്ളിയുടെ അടുത്ത് സക്രാരിയുണ്ട്, സക്രാരിയിൽ എന്തുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നതിൽ ഒരർത്ഥമില്ല. അതുപോലെ തന്നെ പൈതലാം യേശുവെ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയർ ഉന്നതരെ നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പീറന്നു എന്നൊരു പാട്ടുണ്ട്. ഇതുവരെ എനിക്ക് അതിൻ്റെ അർത്ഥം കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സിന് വല്ലപ്പെടുത്തം കിട്ടിയിട്ടുണ്ടോ? പൈതലാം യേശുവേ എന്ന് വെച്ചാൽ ഒരു വിളി പോലെ എനിക്ക് തോന്നി. ആ യേശുവിനെ എന്ന് പറയുകയാണെങ്കിൽ വ്യക്തമാണ്. പൈതലാം യേശുവിനെ ഉമ്മ വെച്ച് ഉണർത്തിന്ന്. ആര്? അമ്മ സമ്മതിക്കുമോ? ഇപ്പം പ്രസവിച്ച് വീണ കൊച്ചിന് ഈ ആളുകളൊക്കെ ഓടിയൊന്ന് ഉമ്മ വയ്ക്കുകയാണ്. സൂക്കേട് പിടിക്കില്ലേ കൊച്ചിന്? ഉമ്മ വെച്ച് ഉണർത്തി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഉണർത്തിയ ആട്ടിടയരേ ആണോ? എനിക്കറിഞ്ഞൂടാ. ഉന്നതരേ, അതെവിടെ നിന്ന് വന്നപ്പോൾ? ആട്ടിടയർ ഉന്നതരെ നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പീറന്നു. അതെന്താ പീറന്നു? എനിക്ക് മനസ്സിലാകുന്നില്ല. യേശുനാഥൻ പീറന്നു, അങ്ങനെയല്ലേ പാടുന്നത്. സോ ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ ഉള്ള ലിറിക്സ് നമുക്കൊട്ടും ഭൂഷണമല്ല. അതിൽ നിന്നൊക്കെ നമുക്ക് വളരേണ്ടിയിരിക്കുന്നു. അതൊക്കെ തൂത്തെറിയേണ്ട കാലം കഴിഞ്ഞു. എനിക്കറിയാം, ഇത് പാവപ്പെട്ട ഇപ്പോൾ ബിഷപ്പായിരിക്കുന്ന ഇവിടെ തിരുവനന്തപുരത്തിനടുത്തുള്ള ഒരു ലാറ്റിൻ ഡയസിൻ്റെ പേരെന്താ? ഒന്നുകൂടി. അദ്ദേഹം എഴുതിയതാണ്. പൊന്നുമുത്തൻ എന്ന ബിഷപ്പ് എഴുതിയ പാട്ടാണ്. പക്ഷേ അന്ന് അദ്ദേഹം ഒരു സെമിനേരിയനായിരുന്നു. അപ്പോൾ കുറച്ച് അവ്യക്തതയും തെറ്റുകളും വന്നിട്ടുണ്ട് ആ പാട്ടിൽ. ഞാനതെടുത്ത് പറയുകയാണ്. ബിക്കോസ് നമ്മൾ ദ ട്യൂൺ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ആ പാടിയിരിക്കുന്ന മനോഹരമായിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ടുണ്ട്, ഓർക്കസ്ട്ര മനോഹരമാണ്. അതുകൊണ്ട് നമ്മൾ ഈ തെറ്റുകളൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ ആ ട്യൂണിൽ കൂടി അങ്ങ് ഒഴുകിപ്പോവുകയാണ്. പൈതലാം യേശുവേ.
ഇപ്പോൾ ഒരുപാട് ഉദാഹരണത്തിന് എൻ്റെ അകത്തൊരു സ്റ്റാൻസ പറയുന്നു, താലപ്പൊലിയേന്തി തമ്പുരു മീട്ടുവാൻ. ഈ താലപ്പൊലി എന്ന് പറഞ്ഞാൽ എന്താ? താലത്തിൽ ഏതോ ഒരു പാത്രത്തിൽ എന്തോ കൊണ്ടുവന്നു എന്നാണ് ഈ പറയുന്നത്. അല്ല, അമ്പലത്തിൽ ചെന്നാൽ കാണാം ഭയങ്കര തമ്പോറും തുടിയും ചെണ്ടയും എല്ലാം കൂടിയുള്ള ഒരു മേളമാണ് താലപ്പൊലി. അവിടെ ഏത് തമ്പുരു വായിച്ചാൽ ആര് കേൾക്കാൻ പോകുന്നു? അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, യുക്തിക്ക് നിരക്കാത്തതും അറിവ് ലെവലേഷൻ ഇല്ലാത്തതുമായ ഒരു പാട്ടാണത്. അതിൻ്റെ അത് ഒരുപാട് തെറ്റുകൾ വന്നു. നമ്മളതിൻ്റെ സ്വീറ്റ്നെസ് കൊണ്ട് അങ്ങ് പാടിവിടുക. Therefore, I request those among you who write the lyrics to go to the Bible, to the fathers of the church, the great theologians of the past. വിശുദ്ധ അപ്രൈം അന്ത്യോക്യയിലോ മറ്റും ഉണ്ടായിരുന്ന ഒരു വിശുദ്ധനാണ് അദ്ദേഹം. ഒരു ബിഷപ്പായിരുന്നു, അദ്ദേഹം ഒരു കവിയായിരുന്നു. മനോഹരമായ ആദ്യകാല ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ എഴുതിയത് അദ്ദേഹമാണ്. ദെൻ നമ്മുടെ സെയിൻറ്റ് തോമസ് അക്വൈനസ് ഉണ്ട്, സെയിൻറ്റ് ബൊനവെഞ്ചർ ഉണ്ട്, സെയിൻറ്റ് ബേണാർഡ് ഓഫ് ക്ലെയർവോ എന്ന് പറയുന്ന അങ്ങനെ ഒരുപാട് വിശുദ്ധന്മാരും വേദ പാരംഗതന്മാരും നമുക്കുണ്ട്. ഇതൊന്നും നോക്കാതെ മണിയടിക്കുന്നു, അത് എന്താണ്, കുന്തിരിക്കം പുകയുന്നു, പിന്നെ ഈ മെഴുകുതിരി ഉരുകി വീഴുന്നു, സമയമായി, കുർബാനയ്ക്ക് സമയമായി എന്നൊക്കെ പറയുന്നത് എങ്ങനെ സഹിക്കും നമ്മൾ പള്ളിയിൽ? Another important thing about our church music is, പള്ളിയിൽ പാടുന്ന പാട്ടുകളുടെ ഉത്ഭവം ജൂതന്മാരുടെ പള്ളിയിൽ നിന്നാണ്. ഉദാഹരണത്തിന് നമ്മുടെ കുർബാനയുടെ ആദ്യ ഭാഗം, ഓഫട്രി വരെയുള്ള ഭാഗം അങ്ങനെ തന്നെ ജൂതന്മാരുടെ ലിറ്റർജിയിൽ നിന്ന് എടുത്തിരിക്കുക. റീഡിങ്സ് ആൻഡ് സാംസ് സിംഗിങ്. അപ്പോൾ അതിൽ വരുന്ന പാട്ടുകൾ, അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന പാട്ടുകൾ, കീരിയെ കർത്താവെ കനിയണമേ, ഗ്ലോറിയ, ക്രേദോ, സാങ്ക്തുസ്, ആഞ്ഞുസ് ദേയി എന്നീ പാട്ടുകളൊക്കെ അതിൻ്റേതായ തനതായ വൃത്തങ്ങളിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ ആ പാട്ടുകളൊക്കെ നമ്മൾ പല്ലവി ചരണം പല്ലവി ചരണം പല്ലവി ചരണം എന്നുള്ള ഒരൊറ്റ സ്ട്രക്ചറിൽ ചിന്തിക്കുന്നത് തന്നെ വലിയ തെറ്റാണ്. അപ്പം നമ്മുടെ ഈ കാലത്ത് ഇന്ത്യയിൽ ഇത് 2000 അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 50 കൊല്ലം അല്ലെങ്കിൽ ഒരു 60-70 കൊല്ലം 80 കൊല്ലം എന്ന് വെച്ചോ, 80 കൊല്ലത്തിൽ നമ്മൾക്കറിയാവുന്ന ഒരേ ഒരു സ്ട്രക്ചർ, മ്യൂസിക്കൽ സ്ട്രക്ചർ ഈസ് പല്ലവി അനുപല്ലവി ചരണം, പല്ലവി അനുപല്ലവി ചരണം. എന്ത് ചെയ്താലും ഇതിൽ കൂടിയേ നമുക്ക് പാട്ടുണ്ടാക്കാൻ കഴിയുന്നുള്ളൂ. വിച്ച് ഡസൻറ്റ് ഫിറ്റ് വിത്ത് ദി ബേസിക് നീഡ് ഓഫ് ദീസ് സോങ്. കർത്താവെ കനിയണമേ എന്ന് 3 തവണ, ക്രിസ്തുവെ കനിയണമേ എന്ന് 3 തവണ, കർത്താവെ കനിയണമേ എന്ന് 3 തവണ. അതുകൂടി പാട്ട് കഴിഞ്ഞു. വേറൊരു തെറ്റ് നമ്മൾ ആവർത്തിക്കുന്നത്, അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഒരു സംശയമുള്ളപ്പോൾ ആ പല്ലവി ഒന്നും കൂടി അങ്ങ് പാടിവിടും. അനാവശ്യമായ റെപ്പറ്റിഷൻസ്. ലിറ്റർജിയിലെ ഏത് വാക്ക് അല്ലെങ്കിൽ ഏത് സെൻറ്റൻസ് ഏതാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. യു ഹാവ് ടു ഫോളോ ദാറ്റ്. ഫോർ എക്സാമ്പിൾ, സാങ്ക്തുസ് 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 ഡോമിനസ് ദൈവസ് സാബവോത്ത് പ്ലേനിസും ചേലിയ തെറ ഗ്ലോറിയ തുവ ഹൊസാന ഇൻ എക്സെൽസിസ്. അത്രയേ ഉള്ളൂ. പിന്നെ ഹൊസാന 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 എന്നിങ്ങനെ എടുത്തെടുത്ത് പാടാനൊന്നും പാടില്ല. നമ്മളിപ്പോൾ അങ്ങനെ അതൊന്നും നോക്കാതെ ഇഷ്ടം പോലെ ഹൊസാനകളും ഹല്ലേലൂയകളും തട്ടിവിടുന്നുണ്ട്. ആര് പറയുന്നു ഇത് ശരിയാണ്? ആറാമത്തെ പോയിന്റ്, the melodic and lyrical styles should be distinct from secular music. നമ്മൾ പള്ളിയിൽ ഉപയോഗിക്കുന്ന പാട്ടുകളുടെ മെലഡിയിലും
അതിൻ്റെ ലിറിക്സിൻ്റെ സ്റ്റൈലിലും പ്രത്യേകത വേണം. അത് സെക്യുലർ മ്യൂസിക്, നമ്മുടെ നാട്ടിലിപ്പോൾ ഫിൽം മ്യൂസിക് എന്ന് വേണമെങ്കിൽ പറയാം, ഫിൽം മ്യൂസിക്കുമായിട്ട് അതിന് ഒരു കണക്ഷനും പാടില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ പാടിപ്പാടി എല്ലാം സിനിമാ പാട്ട് മയത്തിലേക്ക് ആയിട്ടുണ്ട്. പള്ളികളിൽ പാടുന്ന പാട്ട് ഒട്ടുമുക്കാലും തന്നെ ആ ടൈപ്പാണ്. And so I would conclude with a request to the authorities as well as all of you who are leaders of singing in your own parishes to take note of these things. ഇപ്പം ഞാനൊരിക്കൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെവിയിൽ അത് തലയിലിരിക്കാൻ പോകുന്നില്ല. ഇത് നോട്ട് ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. അത് പ്രകാരം പ്രവർത്തിക്കാൻ ശ്രമിക്കുക. I thank Father for inviting me to this very important gathering of the Cochin Diocese in terms of the music to be sung in our churches. Many thanks. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകിന്നിൽ ദൈവാ. തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ, പരിപാവനനേ എന്നിൽ നിന്നും തിരികെടുക്കരുതെൻ പരനേ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകിന്നിൽ ദൈവാ. പരിപാവനനേ എന്നിൽ നിന്നും ഒരു ശ്വാസത്തിൽ പരിപാവന പരിപാവനനേ എന്നിൽ നിന്നും തിരികെടുക്കരുതെൻ പരനേ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകിന്നിൽ ദൈവാ. രക്ഷകമാം പരമാനന്ദം നീ വീണ്ടും നൽകണമെൻ നാഥാ, കന്മഷനീയരാതൊരു മനമെന്നിൽ ചിന്മയരൂപാ തന്നിടുക. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകിന്നിൽ ദൈവാ. They are lucky.
We are lucky to have these wonderful musicians who are, first of all, dedicated to music and church music, and they are very familiar. We've been working together for many years. We're lucky. Father, thank you for bringing people not only from the Cochin diocese but other dioceses also. But I remember a time when there was an unhealthy competition between Cochin diocese and Varapalli diocese. Unhealthy because ഞാൻ ആര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആര് വരാപ്പുഴക്കാരോ, ഹേയ് നമുക്കിവിടെ ആളുകളുള്ളപ്പോൾ എന്തിനാ അവരുടെ പാട്ടൊന്നും നമുക്ക് വേണ്ട, ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ വെറും ബാലിശമാണ്. ഐ എം വെരി ഗ്ലാഡ് ഫാദർ ബ്രോക്ക് all those barriers and he brought everybody together. അധ്വാനിപ്പവരെ, ഭാരം വഹിച്ചിടുന്നവരെ, വരുവിൻ എന്നരികെ, നിങ്ങൾക്കരുളാമാശ്വാസം. അധ്വാനിപ്പവരെ, ഭാരം വഹിച്ചിടുന്നവരെ, വരുവിൻ എന്നരികെ, നിങ്ങൾക്കരുളാമാശ്വാസം. ദുഃഖിതമാനസരെ, തടവിൽ കഴിയും മാനവരെ, നല്ലൊരു വാർത്ത ഇതാ, നിങ്ങൾക്കരുളാം സ്വാതന്ത്ര്യം. ദുഃഖിതമാനസരെ, തടവിൽ കഴിയും മാനവരെ, നല്ലൊരു വാർത്ത ഇതാ, നിങ്ങൾക്കരുളാം സ്വാതന്ത്ര്യം. പാപമകറ്റിടുവാൻ, പുത്തൻ ജീവനുയർത്തിടുവാൻ, രോഗമകറ്റി താപവുമാറ്റി മോദമുണർത്തിടുവാൻ, അധ്വാനിപ്പവരെ, ഭാരം വഹിച്ചിടുന്നവരെ, വരുവിൻ എന്നരികെ, നിങ്ങൾക്കരുളാമാശ്വാസം. പുതിയൊരു സ്വർഗമിതാ, കാൺമോ പുതിയൊരു ഭൂമിതാ, പുതിയൊരു സ്വർഗമിതാ, കാൺമോ പുതിയൊരു ഭൂമിതാ. മിഴിനീരെല്ലാം ഒപ്പിയെടുക്കും പുതിയൊരു രാജ്യമിതാ, പുതിയൊരു രാജ്യമിതാ. അധ്വാനിപ്പവരെ, ഭാരം വഹിച്ചിടുന്നവരെ, വരുവിൻ എന്നരികെ, നിങ്ങൾക്കരുളാമാശ്വാസം. മനുജരോടൊത്തു വസിക്കും ദൈവം, മഹിമ വെടിഞ്ഞു വസിക്കും. മനുജരോടൊത്തു വസിക്കും ദൈവം, മഹിമ വെടിഞ്ഞു വസിക്കും. ഒരു നവചനമായി തീർക്കും നാഥൻ, ഒരുമയിലവരെ നയിക്കും, ഒരുമയിലവരെ നയിക്കും. അധ്വാനിപ്പവരെ, ഭാരം വഹിച്ചിടുന്നവരെ, വരുവിൻ എന്നരികെ, നിങ്ങൾക്കരുളാമാശ്വാസം. ദുഃഖിതമാനസരെ, തടവിൽ കഴിയും മാനവരെ,
നല്ലൊരു വാർത്ത ഇതാ, നിങ്ങൾ കരുണാൻ സ്വാതന്ത്ര്യം. ഈ പാട്ടിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് ഫാദർ ജോസഫ് മനക്കിലച്ചനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊന്ന് ഞാനൊന്ന് വായിക്കുകയാണ്. നമ്മൾ പാടുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചില വാക്കുകൾ ശ്രദ്ധിച്ചില്ല എന്ന് പറയാം, അതുകൊണ്ട് വായിക്കുകയാണ്. അധ്വാനിപ്പവരെ, ഭാരം വഹിച്ചിടുന്നവരെ, വരുവിൻ എന്നരികെ നിങ്ങൾക്കരുളാം ആശ്വാസം. ദുഃഖിത മാനസരെ, തടവിൽ കഴിയും മാനവരെ, നല്ലൊരു വാർത്ത ഇതാ, നിങ്ങൾക്കരുളാം സ്വാതന്ത്ര്യം. അപ്പോൾ അത് കർത്താവ് പറഞ്ഞ വാക്കുകളുമായിട്ട് വളരെ അടുത്ത അർത്ഥം ഉള്ള പാട്ടാണ്. അധ്വാനിപ്പവരെ നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളെ സമാശ്വസിപ്പിക്കാം. കുർബാന തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു പാട്ടാണ്. അപ്പോൾ കുർബാന എന്താണെന്നും അതിൽ നമ്മുടെ പങ്കെന്താണെന്നും വളരെ വ്യക്തമായ സിമ്പിൾ ലാംഗ്വേജിൽ, സിമ്പിൾ മീറ്ററിൽ പറഞ്ഞിരിക്കുന്ന ഒരു പാട്ടാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഫാദർ ജേക്കബ് ചക്കുങ്കൽ എന്ന് പറഞ്ഞ ഒരു SVD കാരൻ അച്ഛൻ, ഇൻഡോറിലുണ്ടായിരുന്ന ഒരു മിഷണറി അച്ഛനാണ്. അച്ഛൻ അന്ന്, ഐ എം ടോക്കിംഗ് അബൌട്ട് 1960s or something, അന്ന് എഴുതിയൊരു പാട്ടാണ്. സ്നേഹപിതാവിൻ ഭവനത്തിൽ നാം എല്ലാവരും അണയുന്നു എന്ന് പറയുന്ന പാട്ട്. അത് തൂയൈ എന്ന് പറയുന്ന സുറിയാനി വൃത്തത്തിലാണ്. ആ സുറിയാനി വൃത്തത്തെ പറ്റി പറയുകയാണെങ്കിൽ കാക്കേ കാക്കേ കൂടെവിടെ എന്നുള്ളതും അതേ വൃത്തമാണ്, തൂയൈ വൃത്തം. അതുപോലെ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്നുള്ള പാട്ടും ഈ വൃത്തത്തിൽ തന്നെയാണ്. അപ്പോൾ ഇതിന് ആഗോള എന്താ പറയുക, ഡിമെൻഷനുള്ള ഒരു വൃത്തമാണ് സുറിയാനിക്കാരുടെ തൂയൈ വൃത്തം. അത് തന്നെയാണ് തുടക്കത്തിൽ ഇവിടെ നമ്മുടെ ആദ്യം സെക്കൻഡ് വാറ്റിക്കൻ കൗൺസിൽ കഴിഞ്ഞപ്പോൾ ഇവിടെ ആബേലച്ചനും കൂട്ടരുണ്ടാക്കിയ കുർബാനയ്ക്ക് ഈ തൂയ വൃത്തത്തിലാണ് എല്ലാം എഴുതിയിരിക്കുന്നത്. സോ കാക്കേ കാക്കേ കൂടെവിടെ, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, പിന്നെ ഈ പറയുന്ന പള്ളിയിൽ കേൾക്കുന്ന ആ ബേസിക് വൃത്തം, ഇതെല്ലാം ഒന്നാണ്. ഓക്കെ. പിതാവിൻ ഭവനത്തിൽ നാമെല്ലാവരും അണയുന്നു, മോക്ഷകമായ വിരുന്നിനായി രക്ഷക സവിധേ അണയുന്നു. സ്നേഹപിതാവിൻ ഭവനത്തിൽ നാമെല്ലാവരും അണയുന്നു, മോക്ഷകമായ വിരുന്നിനായി രക്ഷക സവിധേ അണയുന്നു. അന്തിമ ഭോജനശാലയിലും കാൽവരി മാമലവേദിയിലും യേശുപിതാവിൻ ഏകിയതാം യാഗാവർത്തന വേളയിതാ. അന്തിമ ഭോജനശാലയിലും കാൽവരി മാമലവേദിയിലും യേശുപിതാവിൻ ഏകിയതാം യാഗാവർത്തന വേളയിതാ. സ്നേഹപിതാവിൻ ഭവനത്തിൽ നാമെല്ലാവരും അണയുന്നു, മോക്ഷകമായ വിരുന്നിനായി രക്ഷക സവിധേ അണയുന്നു. പാപം മോചിച്ചിടണമേ, താപം തീർത്തു തുണയ്ക്കണമേ, കൃപയും വരവും ശാന്തി സുഖം നിത്യാനന്ദവുമേകണമേ. പാപം മോചിച്ചിടണമേ, താപം തീർത്തു തുണയ്ക്കണമേ, കൃപയും വരവും ശാന്തി സുഖം നിത്യാനന്ദവുമേകണമേ. സ്നേഹപിതാവിൻ ഭവനത്തിൽ
നാം എല്ലാവരും അണയുന്നു മോക്ഷതമായ വിരുന്നിനായി രക്ഷക സവിധേ അണയുന്നു. അതെ, ഇവരെ ഇപ്പം ഞാൻ ഒരു മണിക്കൂർ മുമ്പ് ഇവർ ഈ പാട്ട് പഠിപ്പിച്ചേ ഉള്ളൂ. നല്ല പാട്ടുകാരാണ്, അവർ വേഗം പഠിച്ചെടുത്തു. എന്നാലും ഒരു ചെറിയൊരു സംശയം അവിടെ ഇവിടേക്കാണ്. സാരമില്ല. എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ടത് ഈ പാട്ടിലെ കണ്ടന്റ് ഓഫ് ദ സോങ്, സ്നേഹപിതാവിൻ ഭവനത്തിൽ നാം എല്ലാവരും അണയുന്നു, മോക്ഷതമായ വിരുന്നിനായി രക്ഷക സവിധേ അണയുന്നു. കുർബാനയുടെ എസൻസ് അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞു. അനദർ ആംഗിൾ ഓഫ് ദ കുർബാന ഈസ് അന്തിമ ഭോജനശാലയിലും കാൽവരി മാമല വേദിയിലും യേശു പിതാവിന്നേകിയതാം യാഗാവർത്തന വേളയിതാം. അതായത് the sacrifice we are having in our churches today is the repetition of the same sacrifice Christ offered to the Father on Golgotha. So absolute theology, not an unnecessary word anywhere. And the ഫലം എന്താണ്? കുർബാനയുടെ ഫലം എന്താണ്? പാപം മോചിച്ചിടണമേ, താപം തീർത്ത് തുണയ്ക്കണമേ, കൃപയും വരവും ശാന്തി സുഖം നിത്യാനന്ദവുമേകണമേ. കുർബാനയുടെ ലക്ഷ്യം, അത് കുർബാന കൊണ്ട് നമ്മൾ വിവക്ഷിക്കുന്നത്, നമ്മൾക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നത് ഈ കാര്യങ്ങൾ. വളരെ വ്യക്തവും അനാവശ്യ പദപ്രയോഗങ്ങളില്ലാത്തതും നല്ല തിയോളജി ഉള്ള ഒരു മനോഹര ഗാനമാണ് സ്നേഹപിതാവിൻ ഭവനത്തിൽ. നിങ്ങൾ അടുത്ത തവണ നിങ്ങൾ ലീഡേഴ്സാണല്ലോ, കുർബാനയ്ക്കുള്ള പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണം. അതിൻ്റെ അകത്ത് എന്താ വല്ല കഴമ്പുണ്ടോ, അല്ലെങ്കിൽ വെറുതെ സുന്ദര പദപ്രയോഗം മാത്രമാണ്, ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ കോപ്പി അടിക്കുകയാണോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. പ്ലീസ് സെലക്ട് ദ റൈറ്റ് സോങ്സ് ഫോർ ദ റൈറ്റ് ഒക്കേഷൻ. നീയൻ പ്രാണനാഥൻ, നീയൻ സ്നേഹരാജൻ, നിന്നിലെല്ലാം എൻ ജീവനും സ്നേഹവുമേ. യേശുനാഥാ, നീയൻ പ്രാണനാഥൻ, നീയൻ സ്നേഹരാജൻ, നിന്നിലെല്ലാം എൻ ജീവനും സ്നേഹവുമേ. യേശുനാഥാ, യേശുനാഥാ, യേശുനാഥാ,
നീ ഒഴിഞ്ഞുള്ളോരാനന്ദ ചിന്തിച്ചിടാ യേശുനാഥ യേശുനാഥ സ്നേഹനാഥ ഹൃദയം തേടിടും സ്നേഹമേ നീ യേശുനാഥ. ക്രിസ്ത്യാനികൾ ആദ്യ ശതകങ്ങളിൽ പാടിയിരുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ ആദ്യകാലത്ത് കർത്താവ് മരിച്ചതിന് ശേഷം ക്രിസ്ത്യാനികളായ ജൂതന്മാർ തന്നെയായിരുന്നല്ലോ, വേറെ നാടുകളിൽ നിന്നും ആളുകളൊന്നും വന്നിട്ടില്ല. ആ സന്ദർഭത്തിൽ ജൂതപ്പള്ളിയിലെ പരിപാടി കഴിയുമ്പോൾ ഈ ക്രിസ്ത്യാനികൾ ഒരു പള്ളിയുടെ ഒരു മൂലക്ക് കൂടി ഇരുന്നിട്ട് കൊണ്ടുവന്ന അപ്പം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിഭജിച്ച് കഴിക്കും, കൊണ്ടുവന്ന വീഞ്ഞും കുടിക്കും. എന്നിട്ട് ഇതാണ് കർത്താവ് പറഞ്ഞ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിനെന്ന് പറഞ്ഞത് അവരാചരിക്കുമായിരുന്നു. ആ സന്ദർഭങ്ങളിൽ പാടിയിരുന്ന പല പാട്ടുകളിലൊന്നാണ് ഇത്. ദിസ് ഡെഫിനറ്റ്ലി ഗോസ് ബാക്ക് ടു ദ ഫസ്റ്റ് സെഞ്ചുറി. ഫസ്റ്റ് സെഞ്ചുറി എന്ന് പറയുമ്പോൾ AD, ആഫ്റ്റർ ക്രൈസ്റ്റ്, ഒരു 50, 60, 70 കൊല്ലത്തിൽ ഉള്ള ഒരു പാട്ടാണ്. ഇതിൻ്റെ ഒറിജിനൽ ലാറ്റിൻ വേർഷൻ ഊബി കാരിതാസ് എത്ത് ആമോർ ഇബി ദേവ്സ് എസ്റ്റ്. എവിടെ സ്നേഹവും ഉപവിയുമുണ്ടോ അവിടെ ദൈവമുണ്ട് എന്നൊരു അതിമനോഹരവും അതിഗഹനവുമായ ഒരു ക്രിസ്തീയ ചിന്തയാണ് ഈ പാട്ടിൻ്റെ ആധാരം. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന പള്ളിപ്പാട്ടുകൾ ഇങ്ങനെയുള്ള ചിന്തകളോ ഒന്നുമില്ല, എന്തൊക്കെയോ വലിച്ചുവാരി എന്തൊക്കെയോ എഴുതുന്നു എന്ന് എടുത്ത് പറയാതെ നിവർത്തിയില്ല. Therefore, this is a very good example for us to follow. സ്നേഹം എവിടെ, ഉപവി എവിടെ, ദൈവമുണ്ട് അവിടെ. അപ്പം നമ്മളോടുകൂടി ദൈവമുണ്ട് എന്നുള്ളതിന് ഒരു സംശയമില്ല. സ്നേഹമെവിടെ, ഉപവിയെവിടെ, ദൈവമുണ്ടവിടെ. ക്രിസ്തു സ്നേഹം നമ്മെ ഒന്നായി ചേർത്തിതായിവിടെ. സ്നേഹമെവിടെ, ഉപവിയെവിടെ, ദൈവമുണ്ടവിടെ. ക്രിസ്തു സ്നേഹം നമ്മെ ഒന്നായി ചേർത്തിതായിവിടെ. ക്രിസ്തുവേ നാം ഹർഷപുളകിതരായി, ഉല്ലസിക്കുക ക്രിസ്തുവേ നാം ഹർഷപുളകിതരായി. ദൈവഭയവും സ്നേഹദയയും വളരണം നമ്മിൽ. ദൈവഭയവും സ്നേഹദയയും വളരണം നമ്മിൽ. സ്നേഹമെവിടെ, ഉപവിയെവിടെ, ദൈവമുണ്ടവിടെ. ക്രിസ്തു സ്നേഹം നമ്മെ ഒന്നായി ചേർത്തിതായിവിടെ. തമ്മിലെന്നും ഹൃദയപൂർവം പകരണം സ്നേഹം. തമ്മിലെന്നും ഹൃദയപൂർവം പകരണം സ്നേഹം. നമ്മളൊന്നായി ചേർന്നു ഭിന്നത നീക്കണം സതതം. നമ്മളൊന്നായി ചേർന്നു
ഭിന്നത നീക്കണം സതതം. സ്നേഹമെവിടെ, ഉപവിയെവിടെ, ദൈവമുണ്ടവിടെ. ക്രിസ്തു സ്നേഹം നമ്മെ ഒന്നായി ചേർത്തിടായിവിടെ. സൃഷ്ടാവാം പാവനാത്മാവേ, മക്കൾ തൻ ഹൃത്തിൽ വരേണേ. സൃഷ്ടികളാം ഇവരിൽ വരേണേ, നിന്റെ ദിവ്യ പ്രസാദം തരേണേ. സൃഷ്ടാവാം പാവനാത്മാവേ, മക്കൾ തൻ ഹൃത്തിൽ വരേണേ. സൃഷ്ടികളാം ഇവരിൽ വരേണേ, നിന്റെ ദിവ്യ പ്രസാദം തരേണേ. ദൈവത്തിൻ കൈവിരൽ നീയേ, സ്വർഗത്തിൻ കൈയൊപ്പും നീയേ. ജീവന്റെ വചസ്സുകൾ നാവിൽ നിത്യം തൂവിത്തരുന്നതും നീയേ. ദൈവങ്ങളാമിന്ദ്രിയങ്ങൾ നീ തെളിച്ചിടുന്ന നേരം, സ്നേഹത്തിൻ ശീലുകൾ പോലും ഞങ്ങൾ ശാന്തിഗീതങ്ങളും പാടും. മാംസരക്തങ്ങളെ നിന്റെ മാന്ത്രികാങ്കുലിയാൽ തൊടുമ്പോൾ ജീർണതയെല്ലാം ഒളിക്കും, മണ്ണിൽ ജീവചൈതന്യം തുടിക്കും. വഴികാട്ടിയായി നീ വന്നാൽ, ജീവിത വീതിയിൽ നിന്നാൽ, ശത്രുവിന്നണികൾ തകർക്കാൻ പാരിൽ ശക്തിയാർജിച്ചിടും ഞങ്ങൾ. ദൈവത്തെയും പുത്രനെയും നിന്നിലൂടറിയുന്നു ഞങ്ങൾ. അവരുടെ ആത്മാവാം നിന്നിൽ പാരം വിശ്വസിച്ചിടുന്നു ഞങ്ങൾ. ദൈവപിതാവിനും സുതനും മൂന്നാമനാകുമങ്ങേക്കും സ്തുതിയായിരിക്കട്ടെ എന്നും, എന്നും സ്തുതിയായിരിക്കട്ടെ എന്നും, എന്നും സ്തുതിയായിരിക്കട്ടെ.